ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വേദുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണേ. ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് അവൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണേ. രാവിലെ 8:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. രേഷ്മേച്ചിയും ഗ്രീഷ്മേച്ചിയും ഉണ്ണിയേട്ടനും അനൂപേട്ടനും ശ്രീകുട്ടിയും എല്ലാവരും ഉണ്ടായിരുന്നേ. ഞങ്ങൾ 5 പേരും കാറിലും ഉണ്ണിയേട്ടനും ഏട്ടനും സ്കൂട്ടിയിലുമാണേ വന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് രണ്ടും കൂടി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഉണ്ണിയേട്ടൻ പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ കണ്ണാടി നോക്കാണ്ട് എങ്ങോട്ടും പോവില്ല. സൗന്ദര്യം മുഖ്യം ബിഗിലേ. അങ്ങനെ സൗന്ദര്യമൊക്കെ നോക്കിക്കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങി. ഉണ്ണിയേട്ടനാണ് ഫോട്ടോഗ്രാഫർ. പാലത്തിൽ കയറി കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ച് വന്നതായിരുന്നു. പക്ഷേ പാലത്തിൻ്റെ മുകളിൽ കയറാൻ പാടില്ല എന്ന് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആവേശത്തിൽ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. പുഴയിലധികം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ സൈഡിൽ പോയി ഇരുന്നൊക്കെ കുറേ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുക്കാൻ വന്നത് വേദുവിൻ്റെ ആണെങ്കിലും ഗ്രീഷ്മേച്ചിൻ്റെയും വേദുവിൻ്റെയും കൂടിയുള്ള ഫോട്ടോസാണ് കൂടുതൽ എടുത്തത്. അതാണെങ്കിലും ഓരോ ഫോട്ടോസ് എടുക്കുന്നതിനെ കാണിച്ചു കൊടുത്ത് ഉണ്ണിയേട്ടൻ മടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാനുള്ള എൻ്റെ കഷ്ടപ്പാട് കണ്ട് വേദുവും കുറേ എക്സ്പ്രഷനൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെക്കനെ എടുത്ത് 2 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചെക്കനാണെങ്കിൽ ഒടുക്കത്തെ ജാട. അങ്ങനെ നിങ്ങൾ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണ്ടെന്നുള്ള മൈൻഡിലായിരുന്നു ചെക്കൻ. പിന്നെ ഞാൻ പിടിച്ചു വലിച്ച് 2 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും അവൻ സമ്മതിച്ചില്ല. ചെക്കനെ അടക്കി നിർത്താൻ ഏട്ടനും കുറേ ശ്രമിച്ചെങ്കിലും അവൻ്റെ അടുത്ത് അതൊന്നും നടന്നില്ല. അങ്ങനെ ചെക്കനെ എടുത്തുള്ള ഫോട്ടോ എടുപ്പ് നടക്കൂല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ അതങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ 2 പേരും കൂടിയുള്ള കുറേ ഫോട്ടോസൊക്കെ എടുത്തങ്ങ് തൃപ്തിപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഇവരും കുറേ ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് വെയിലൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞാനും ശ്രീകുട്ടിയും മസാല ദോശ വാങ്ങി. അവരൊക്കെ പൊറോട്ടയാണേ വാങ്ങിയത്. അങ്ങനെ അവിടുന്ന് ചായയൊക്കെ മെല്ലെ കുടിച്ച് ഇറങ്ങാൻ നേരം ശ്രീകുട്ടി ഉപ്പിലിട്ട മാങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഇളയച്ചനും ഇളയമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ പിള്ളേർക്ക് കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ വലുതായതുകൊണ്ട് ഞങ്ങളത് മാറ്റാൻ വേണ്ടി പേരാവൂരേക്ക് പോയി. അവരവിടെ ഡ്രസ്സ് നോക്കുന്ന സമയത്ത് ഞാനും വേദും കൂടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. ക്യാമറ ഓൺ ആക്കുമ്പോൾ ചെക്കൻ ഭയങ്കര പാവമാണെങ്കിലും ക്യാമറ ഓഫാക്കുമ്പോൾ ഇവൻ്റെ സ്വഭാവം നമുക്കല്ലേ അറിയൂ. അങ്ങനെ താഴെ നിർത്തിയപ്പോൾ അവിടെയുള്ള ഒരു ഡമ്മിയിൽ പിടിച്ച് ചേട്ടാന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഡ്രസ്സ് ഇട്ട് നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആൻറ്റിയും മോനും തമ്മിലൊരു യുദ്ധമൊക്കെ നടന്നു. ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ കേക്ക് വാങ്ങാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിലും ഒടുക്കത്തെ തിരക്ക്. കേക്ക് ഞങ്ങൾ ആദ്യമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെന്നപ്പോൾ തന്നെ കേക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ ഇളയമ്മ ഈ ഒരു അപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ കുറച്ച് സമയം ഇരുന്നു. അപ്പോഴേക്കും ഉണ്ണിയേട്ടനും ഏട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. ചോറിന് നല്ല മീൻകറിയും തോരനും മോരുകറിയൊക്കെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡെക്കറേഷൻ്റെ പരിപാടികൾ തുടങ്ങി. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ മുറ്റത്താണ് റെഡിയാക്കിയത്. ഡെക്കറേഷൻ ഐറ്റംസ് മൊത്തം ഉണ്ണിയേട്ടൻ കൊണ്ടുവന്നതാണേ. അവർ 2 പേരും കൂടി അതിൻ്റെ പരിപാടികളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഏട്ടനിതാ സെല്ലോ ടാപ്പും പിടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുന്നുണ്ട്. അടുത്തത് ഞങ്ങളുടെ ബലൂൺ വീർപ്പിക്കൽ പരിപാടിയാണേ. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണേ. ഒരാൾ വീർപ്പിക്കുന്നു, ഒരാൾ പിടിക്കുന്നു, ഒരാൾ കെട്ടുന്നു. അങ്ങനെ എല്ലാവരും ഓരോരോ തിരക്കിലാണേ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഈ തിരക്കിൽ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ബലൂണൊക്കെ വീർപ്പിച്ച് ഒരു ആർച്ച് പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു, ടേബിളൊക്കെ വെച്ചു, വേദുവിൻ്റെ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്തു. അപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോഴേക്കും എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇതാട്ടോ ഞങ്ങൾ ചെയ്ത ഡെക്കറേഷൻ. പിന്നെ എല്ലാവരും കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഗ്രീഷ്മേച്ചിക്ക് പിന്നെ ഫോട്ടോസൊക്കെ എടുത്താൽ അപ്പം തന്നെ കാണണം. അങ്ങനെ അവരെ വകയുള്ള ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഗ്രീഷ്മേച്ചി ക്യാമറയും തൂക്കി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തി ഫോട്ടോ എടുപ്പിക്കലായിരുന്നു. ഗ്രീഷ്മേച്ചിയുടെ വകയുള്ള ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്നുണ്ട്. ഞങ്ങൾ ചെയ്ത ഡെക്കറേഷൻ ആയതുകൊണ്ട് പൊക്കി പറയാമെന്ന് വിചാരിക്കരുത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോഴേക്കും ഞങ്ങൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതാണ് നമ്മുടെ വേദൂസിൻ്റെ കേക്ക്. ചെക്കന് 2 വയസ്സായി. കേക്കൊക്കെ സെറ്റ് ചെയ്ത് മുറിക്കാൻ വേണ്ടി ചെക്കനെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ചെക്കനാണെങ്കിൽ ഒടുക്കത്തെ നാണം. കേക്ക് മുറിപ്പിക്കാൻ വേണ്ടി രേഷ്മേച്ചി അനൂപേട്ടനും പഠിച്ച പണി 18 നോക്കിയെങ്കിലും ചെക്കൻ മുറിച്ചില്ല. അവസാനം കേക്ക് രേഷ്മേച്ചി മുറിക്കേണ്ടി വന്നു. അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കേക്കൊക്കെ കഴിച്ച് ഫോട്ടോ എടുക്കൽ പരിപാടിയിലേക്ക് കടന്നു. രേഷ്മേച്ചീൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ പിള്ളേരൊക്കെ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരെയും പിടിച്ചു നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുപ്പിച്ചേ. പിന്നെ ഞങ്ങൾ വേദുവിന് കിട്ടി ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ചു നോക്കി. അങ്ങനെ അതൊക്കെ കൊണ്ട് അവനെ കുറച്ച് നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇത് ഉണ്ണിയേട്ടനും ഗ്രീഷ്മേച്ചിയും കൊടുത്ത ഗിഫ്റ്റാണേ. അതവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നത് കണ്ടു.
അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മെയിൻ പരിപാടിയായ ഫുഡ് കഴിക്കലിലേക്ക് കടന്നു. ഏട്ടൻ പിന്നെ ഫുഡ് കണ്ട ചുറ്റുമുള്ളതൊക്കെ മറക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതൊന്നും ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പുറത്തിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.